PSC പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ LDC +2 അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാമിനായുള്ള മലയാളം ക്ലാസ്സുകളാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ പദശുദ്ധി മുതൽ ഘടകപദം വരെയുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കാണുക. അതിനുശേഷം മാത്രം ഈ ഒരു റിവിഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസും ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ചോദ്യങ്ങൾ വായിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളൊരു പേപ്പറിൽ നിങ്ങളുടെ ഉത്തരങ്ങൾ എഴുതി വയ്ക്കുക. നിങ്ങളുടെ പഠന നിലവാരം എത്രത്തോളം ഉണ്ട് എന്ന് വിലയിരുത്തുന്ന ഒരു ചെറിയ ടെസ്റ്റാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ മലയാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിൻ്റെ യൂട്യൂബ് ചാനൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തുടർച്ചയായി കാണാനായി നിങ്ങൾ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഉപയോഗിക്കുക. ഓപ്പൺ ചെയ്യുമ്പോൾ അതാ ഫ്രണ്ട് പേജിൽ തന്നെ നിങ്ങൾക്കിവിടെ ബ്രിസ്റ്റു പ്ലസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആവുക. ഇവിടെ മലയാളം എന്ന് കാണാൻ സാധിക്കും. മലയാളത്തെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പദശുദ്ധി മുതൽ ഘടകപദം വരെയുള്ള എല്ലാ ക്ലാസ്സുകളും കാണാൻ സാധിക്കും. അതിനോടൊപ്പം ജനറൽ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ, മാത്സ് ക്ലാസ്സുകൾ, ഇംഗ്ലീഷ് പെഡഗോജി ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി നിങ്ങൾക്ക് നോട്ട്സ് ആണ് വേണ്ടതെങ്കിൽ ഈ ഒരു ഭാഗത്തായി നിങ്ങൾക്ക് നോട്ട്സ് അവൈലബിൾ ആണ്. അതോടൊപ്പം സ്റ്റഡി പ്ലാൻസ്, നിങ്ങൾ ഏതൊരു എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാമിന് വേണ്ടിയുള്ള സ്റ്റഡി പ്ലാൻസ് നിങ്ങൾക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്സും എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, പദശുദ്ധി പരിശോധിക്കുക. പദശുദ്ധി പരിശോധിക്കുക. ഓപ്ഷൻസ് വായിക്കാം. സൃഷ്ടാവ്, സ്രാഷ്ടാവ്, സൃഷ്ടാവ്, സ്രഷ്ടാവ്. ഇത് ശരിയായിട്ടുള്ള വാക്ക് ഏതാണ് വരുന്നത്? ഏതാണ്? സ്രഷ്ടാവ്. സ്രഷ്ടാവ് എന്നതാണ് ശരിയായിട്ടുള്ള വാക്ക് വരുന്നത്, അതായത് പദം വരുന്നത്. എങ്ങനെയാണ്? സ്രഷ്ടാവ്, സൃഷ്ടിക്കുന്നവനാണ് എന്ത്? സ്രഷ്ടാവ്. സൃഷ്ടിക്കുന്നവൻ സ്രഷ്ടാവാണ് വരുന്നത്. സൃഷ്ടാവല്ല, സ്രഷ്ടാവ് എന്നാണ് വരുന്നത്. അടുത്തത് നോക്കാം. ശരിയായ പദം ഏത്? ഏതാണ് ശരിയായിട്ടുള്ള പദം? തത്വം, മഹത്വം, സ്വത്വം, ഭോഷത്വം. ഇതിൽ ശരിയായിട്ടുള്ള പദമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ സ്വത്വം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പദം. എന്താണ്? സ്വത്വത്തിന് ഒരു താ മാത്രമേ വരുന്നുള്ളൂ. തത്വം എന്ന് എഴുതുമ്പോൾ 2 തായാണ് വരുന്നത്. നമ്മൾ പദശുദ്ധിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. തത്വം, അതുപോലെ തത്വമസി, ഇതെല്ലാം എന്താണ്? താ എന്നാണ് വരുന്നത്. അതുപോലെ മഹത്വം, മഹത്വം എങ്ങനെയാണ്? മഹത്വം എന്ന് എഴുതുമ്പോഴും 2 തായാണല്ലേ വരുന്നത്. മഹത്വം എന്ന് എഴുതുമ്പോഴും താ ആണ് വരുന്നത്. അടുത്ത ഭോഷത്വം. ഭോഷത്വം അല്ല, ഭോഷത്തം ആണ് കേട്ടോ. ഭോഷത്തം ആണ് വരുന്നത്. അതുപോലെ പങ്കാളിത്തം, പങ്കാളിത്തം. പിന്നെയോ കോമാളിത്തം, പങ്കാളിത്തം, കോമാളിത്തം, മുതലാളിത്തം. ഇതിനെല്ലാം എന്താണ്? തം ചേർന്നാണ് വരുന്നത്. അപ്പൊ ഭോഷത്വം, പങ്കാളിത്തം, കോമാളിത്തം, വങ്കത്വം, മുതലാളിത്തം ഇതെല്ലാം തം എന്നും, സ്വത്വം, ഗുരുത്വം, ഭാഗഭാഗിത്വം ഇതെല്ലാം എന്താണ്? ഒരു തായിലാണ് വരുന്നത്. തത്വം, മഹത്വം, തത്വമസി ഇതെല്ലാം 2 തായാണ് വരുന്നത്. അടുത്തത് നോക്കാം. ശരിയായ പദം ഏത്? ശരിയായിട്ടുള്ള പദം നമുക്കറിയാം, മുമ്പേ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ, മിക്ക എക്സാമിനും ചോദിക്കാറുള്ളതാണ്. യാദൃശ്ചികം, യാദൃച്ഛികം, യാദൃച്ഛികം, യാദൃച്ഛികം. ഏതാണ് ശരിയായിട്ടുള്ള പദം? ഇവിടെ ഓപ്ഷൻ ബി ആണ്. യാദൃച്ഛികം എന്നതാണ് ശരിയായിട്ടുള്ള പദം വരുന്നത്. അപ്പം ച എന്നതിൽ അവസാനിക്കുന്ന വേറെയും കുറച്ച് പദങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഐച്ഛികം, ശിരച്ഛേദം, ജീവച്ഛവം ഇതെല്ലാം എന്തിലാണ്? ച എന്നുള്ള അക്ഷരത്തിൽ അവസാനിക്കുന്ന പദങ്ങളാണ്. അടുത്തത് നോക്കാം. ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. വൃശ്ചികം, സന്നിഗ്ധം, അധപതനം, യാദൃശ്ചികം. ഇതിൽ ശരിയായിട്ടുള്ള പദം ഏതാണ്? സന്നിഗ്ധം. ഓപ്ഷൻ ബി ആണ്. സന്നിഗ്ധം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പദം. വൃശ്ചികം എന്നല്ലേ വരിക? വൃശ്ചികം അല്ലെ, വൃശ്ചികം എന്നാണ് വരുന്നത്. അതുപോലെ അധപതനം. ഈ അധപതനം ശരിയാണോ? അല്ല. എങ്ങനെയാണ്? അധപതനം, അധപതനം എന്നാണ് വരുന്നത്. അതുപോലെ യാദൃച്ഛികം, തൊട്ടു മുമ്പേ നമ്മൾ പറഞ്ഞതാണ്. യാദൃച്ഛികം ച എന്നാണ് വരുന്നത്. അടുത്തത് നോക്കാം. ശരിയായ പദം ഏത്? ശരിയായിട്ടുള്ള പദം നെന്മണി, നെല്ലുമണി, നെൽമണി, നെൽമണി. ഏതാണ് ശരിയായിട്ടുള്ള പദം വരുന്നത്? നെന്മണി അല്ലെ.
ഓപ്ഷൻ എ ആണ് വരുന്നത്. നെന്മണി എന്നതാണ് ശരിയായിട്ടുള്ള പദം. അപ്പോൾ ചേർത്തെഴുതുക പിരിച്ചെഴുതുക ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നെന്മണി എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? നെന്മണി നെല് പ്ലസ് മണിയാണ് ഏത്? നെന്മണി എന്ന് വരുന്നത്. നെല് പ്ലസ് മണി എന്നതാണ് നെന്മണി എന്ന് വരുന്നത്. ഇതിലൊരു റൂള് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? ഈ ലകാരം മകാരത്തോട് ചേരുമ്പോൾ ലകാരം എന്തായി മാറും? നകാരമായി മാറും. ലായ്ക്ക് ശേഷം മാ വരികയാണെങ്കിൽ ലകാരം നകാരമായി മാറും. അങ്ങനെ വരുമ്പോൾ നെന്മണി എന്നാണ് വരിക. നെല് പ്ലസ് മണി എന്നത് നെന്മണി എന്നാണ് വരുന്നത്. അടുത്തത് നോക്കാം. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ വാക്യം എടുത്തെഴുതുക. ശരിയായിട്ടുള്ള വാക്യമാണ്. വാക്യശുദ്ധിയിൽ നിന്നുള്ള ചോദ്യമാണ്. ഓപ്ഷൻ എ, അയാൾക്ക് ആകാശത്തിലെ കാഴ്ചകൾ സദാ എപ്പോഴും അവിശ്വസനീയമായി തോന്നിയിരുന്നു. ഓപ്ഷൻ ബി, അയാൾക്ക് ആകാശത്തിലെ കാഴ്ചകൾ എപ്പോഴും സദാ അവിശ്വസനീയമായി തോന്നിയിരുന്നു. ഓപ്ഷൻ സി, ആകാശത്തിലെ കാഴ്ചകൾ എപ്പോഴും സദാ അവിശ്വസനീയമായി തോന്നിയിരുന്നു. അയാൾക്ക് ആകാശ കാഴ്ചകൾ സദാ അവിശ്വസനീയമായി തോന്നിയിരുന്നു. ഇത് ശരിയായിട്ടുള്ള വാക്യം ഏതാണ്? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇത് ശരിയായിട്ടുള്ള വാക്യം ഏതാ വരുന്നത്? അയാൾക്ക് ആകാശ കാഴ്ചകൾ സദാ അവിശ്വസനീയമായി തോന്നിയിരുന്നു. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. ഇവിടെ അയാൾക്ക് ആകാശ കാഴ്ചകൾ സദാ എപ്പോഴും എന്നുള്ളത് എന്താ വേണ്ട? ഒരുമിച്ച് പറയേണ്ട കാര്യമല്ല. അപ്പോൾ വാക്യങ്ങൾ ഒരു തവണ വായിച്ചതിനെ കൊണ്ട് നിങ്ങൾക്ക് അതിലെ തെറ്റെന്താണെന്ന് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ 1-2 തവണ വായിക്കുക. 1-2 തവണ വായിക്കുമ്പോഴാണ് അതിലെ മിസ്റ്റേക്ക് എന്താണ്, അതായത് തെറ്റ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ശരിയായ വാക്യം ഏത്? ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാണ്. ഞാൻ കേട്ടതാണ്. ഞാൻ എൻ്റെ കേട്ടതാണ്. ഞാൻ ചെവി കൊണ്ട് കേട്ടതാണ്. അപ്പോൾ ഈ ഒരു 4 ഓപ്ഷനിൽ ശരിയായിട്ടുള്ള വാക്യം ഏതാണ്? നമുക്കറിയാം, ഞാൻ കേട്ടതാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. കാരണം എന്താണ്? ഞാൻ എൻ്റെ എന്നുള്ളത് ഒരുമിച്ച് വേണ്ട. അതുപോലെ ചെവി കൊണ്ട് കേട്ടതാണ് എന്നുള്ളത് വേണ്ട. നമുക്കറിയാം കേൾക്കുന്നത് എന്തുകൊണ്ടാണ്? ചെവി കൊണ്ടാണ്. അപ്പോൾ ചെവി കൊണ്ട് കേട്ടതാണ് എന്ന് എടുത്തു പറയേണ്ട കാര്യം വരുന്നില്ല. അതുപോലെ കാലിലെ പാദസരം കാണാനില്ല, ഇങ്ങനെയെല്ലാം പറയാറുണ്ട്. അപ്പൊ പാദസരം അണിയുന്നത് എവിടെയാണ്? കാലിലാണ്. അത് നമുക്കറിയാം. പാദസരം കാലിൽ അണിയാനുള്ളതാണ്. അങ്ങനെ എടുത്തു പറയേണ്ട കാര്യം അവിടെ വരുന്നില്ല. അപ്പൊ ഞാൻ കേട്ടതാണ് എന്നുള്ളതാണ് ഇവിടെ ശരിയായിട്ടുള്ള വാക്യം. അടുത്തത് നോക്കാം. ശരിയായ വാക്യം ഏത്? കുട്ടികൾ സ്കൂളിൽ മണിയടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് എത്തിയത്. ഓപ്ഷൻ ബി, യോഗം തുടങ്ങി 1 മണിക്കൂർ കഴിഞ്ഞാണ് മന്ത്രി എത്തിയത്. ഓപ്ഷൻ സി, അധ്യാപകൻ തൻ്റെ എല്ലാ ശിഷ്യന്മാരെയും ഒന്നുപോലെ തുല്യരായി കാണേണ്ടതാണ്. ഓപ്ഷൻ ഡി, മറ്റാരിലും കാണാനാവാത്ത അനാദൃശ്യ കഴിവുകൾക്ക് ഉടമയാണ് ഗാന്ധി. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ള വാക്യം ഏതാണ് വരുന്നത്? ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. യോഗം തുടങ്ങി 1 മണിക്കൂർ കഴിഞ്ഞാണ് മന്ത്രി എത്തിയത്. ബാലൻസ് ഉള്ളതിൽ എന്താ മിസ്റ്റേക്ക് വരുന്നത്? കുട്ടികൾ സ്കൂളിൽ മണി അടിച്ചു കഴിഞ്ഞതിന്, മണി അടിച്ചു എന്ന് പറയുന്നതും കഴിഞ്ഞതിന് ശേഷമാണ് എന്ന് പറയുന്നത് എന്താണ്? ഒരേ മീനിങ് ആണ് വരുന്നത്, ഒരേ അർത്ഥങ്ങളാണ്. മണി അടിച്ചതിനു ശേഷമാണ് എത്തിയത് എന്ന് മതി. അപ്പൊ ഒരുപോലെയുള്ള അർത്ഥങ്ങൾ എന്ത് ചെയ്യുക? ഒഴിവാക്കുക. അതുപോലെ അധ്യാപകൻ തൻ്റെ എല്ലാ ശിഷ്യന്മാരെയും ഒന്നുപോലെ തുല്യരായി കാണേണ്ടതാണ്. ഇവിടെ ഒന്നുപോലെ തുല്യരായി എന്നുള്ളത് എന്താണ്? ഒരേ അർത്ഥമാണ് വരുന്നത്, ഒരുമിച്ച് വേണ്ട. അടുത്ത്, മറ്റാരിലും കാണാനാവാത്ത അനാദൃശ്യ കഴിവുകൾക്ക് ഉടമയാണ് ഗാന്ധി. ഇവിടെ കാണാനാവാത്ത എന്നുള്ളതും അനാദൃശ്യ എന്നുള്ളതും എന്താണ്? ഒരേ അർത്ഥമാണ് വരുന്നത്. അനാദൃശ്യം എന്നാൽ കാണാനാവാത്തത് തന്നെയാണ്. അടുത്ത നോക്കാം. ശരിയായ വാക്യം ഏത്? നേരത്തെ എത്താത്തത് കൊണ്ടാണ് ടിക്കറ്റ് കിട്ടാതിരിക്കാൻ കാരണം. ഓപ്ഷൻ ബി, എനിക്ക് ഏതാണ്ട് 1 ലക്ഷത്തോളം രൂപ കടമുണ്ട്. ഓപ്ഷൻ സി, പറഞ്ഞാൽ അനുസരിക്കണം അല്ലെങ്കിൽ ശിക്ഷ കിട്ടും. ഓപ്ഷൻ ഡി, ധൃതിയിൽ ഓടുകയും അവൻ തട്ടി വീണു. ഇതിൽ ശരിയായിട്ടുള്ള വാക്യം ഏതാണ്? പറഞ്ഞാൽ അനുസരിക്കണം അല്ലെങ്കിൽ ശിക്ഷ കിട്ടും. പറഞ്ഞാൽ അനുസരിക്കണം അല്ലെങ്കിൽ ശിക്ഷ കിട്ടും. ഇവിടെ എന്താണ്? കൊണ്ടാണ്, കാരണം ഒരുമിച്ച് വേണ്ട. മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഏതാണ്ട്, ഏകദേശം, ഓളം എന്നിവ ഒരുമിച്ച് വേണ്ട. ഇവിടെ എന്താ? ധൃതിയിൽ ഓടിയപ്പോൾ അവൻ തട്ടി വീണു.
അടുത്ത നോക്കാം. അന്തരിച്ച നേതാവിന് പ്രമാണമർപ്പിച്ചുകൊണ്ടാണ് യോഗം ആരംഭിച്ചത്. വാക്യത്തിലെ തെറ്റായ പ്രയോഗം ഏതാണ് തെറ്റായിട്ടുള്ള പ്രയോഗം? പ്രമാണമർപ്പിച്ചുകൊണ്ടാണ് യോഗം ആരംഭിച്ചത്. ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. പ്രമാണം എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് എന്നാണ് വരേണ്ടത്. അടുത്തത്, ജോൺ പ്രിഫേഴ്സ് ഇംഗ്ലീഷ് നോവൽ ടു മലയാളം വൺസ്. ഈ വാക്യത്തിന്റെ മലയാള തർജ്ജമ ഏത്? തർജ്ജമ നോട്ട് ചെയ്ത് വെക്കുക, നമുക്ക് പദശുദ്ധിയെ ചോദിക്കാറുണ്ട്. തർജ്ജമ. ഓപ്ഷൻ എ, ജോണിന് മലയാളം നോവലുകളും ഇംഗ്ലീഷ് നോവലുകളും ഇഷ്ടമാണ്. ഓപ്ഷൻ ബി, മലയാളം നോവലുകളേക്കാൾ ഇംഗ്ലീഷ് നോവലുകളാണ് ജോണിന് ഇഷ്ടം. ഓപ്ഷൻ സി, ജോണിന് മലയാളം നോവലും ഇംഗ്ലീഷ് നോവലും ഇഷ്ടമാണ്. ഓപ്ഷൻ ഡി, മലയാളത്തിലെയും ഇംഗ്ലീഷിലെയും ഏതാനും നോവലുകൾ മാത്രമാണ് ജോണിന് ഇഷ്ടം. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള തർജ്ജമ, മലയാളം തർജ്ജമ ഏതാണ്? ഏതാ വരുന്നത്? മലയാളം നോവലുകളേക്കാൾ ഇംഗ്ലീഷ് നോവലുകളാണ് ജോണിന് ഇഷ്ടം. ഓപ്ഷൻ ബി ആണ് വരുന്നത്. മലയാളം നോവലുകളേക്കാൾ ഇംഗ്ലീഷ് നോവലുകളാണ് ജോണിന് ഇഷ്ടം. അടുത്തത്, ഹിസ്റ്ററി ഈസ് ദ എസെൻസ് ഓഫ് ഇന്യൂമറബിൾ ബയോഗ്രഫീസ്. ശരിയായ തർജ്ജമ ഏതാണ് ശരിയായിട്ടുള്ള തർജ്ജമ? നമുക്കറിയാം, ഇംഗ്ലീഷ് സെന്റൻസ് തന്നിട്ട് അതിൻ്റെ മലയാളം പരിഭാഷ ചോദിക്കാറുണ്ട്. അതുപോലെ മലയാളം വാക്യങ്ങൾ തന്നിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ചോദിക്കാറുണ്ട്. അതുപോലെ ശൈലികളായും ചോദിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് വായിക്കാം. അനേകം ജീവചരിത്രങ്ങളുടെ സാരാംശമാണ് ചരിത്രം. ഓപ്ഷൻ ബി, അനേകം ജീവചരിത്രങ്ങളുടെ സംയോഗമാണ് ചരിത്രം. ഓപ്ഷൻ സി, അനേകം ജീവജാലങ്ങളുടെ സമാഹാരമാണ് ചരിത്രം. ഓപ്ഷൻ ഡി, അനേകം ആത്മകഥകളുടെ സമാഹാരമാണ് ചരിത്രം. ഇവിടെ ശരിയായിട്ടുള്ള തർജ്ജമ ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ വരുന്നത്. അനേകം ജീവചരിത്രങ്ങളുടെ സാരാംശമാണ് ചരിത്രം. അടുത്തത്, പമ്പ കടന്നു എന്ന പ്രയോഗത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ ഏത്? പമ്പ കടന്നു എന്ന പ്രയോഗത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ. ഓപ്ഷൻ എ, ക്രോസ് ദ റുബിക്കോൺ. ഓപ്ഷൻ ബി, എസ്കേപ്ഡ്. ഓപ്ഷൻ സി, ജംപ്ഡ് ഇൻ ടു ദ റിവർ. ഓപ്ഷൻ ഡി, റഷ്ഡ് ഇൻ. ഏതാ വരുന്നത്? പമ്പ കടന്നു. എസ്കേപ്ഡ് അല്ലേ പമ്പ കടന്നു എന്നുള്ളതിന്റെ തർജ്ജമ വരുന്നത്. അടുത്തത്, പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നതിനു സമാനമായ ഇംഗ്ലീഷ് വാക്യമാണ്. ഓപ്ഷൻ എ, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. ഓപ്ഷൻ ബി, ഈറ്റ് മോർ ഇഫ് ഈറ്റ് സ്ലോലി. ഓപ്ഷൻ സി, സ്ലോ ഈറ്റിംഗ് ലീഡ്സ് ടു ഗെയിൻ മോർ. ഓപ്ഷൻ ഡി, സ്ലോ ഈറ്റർ ക്യാൻ ഈറ്റ് പം. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള തർജ്ജമ ഏതാ വരിക? പയ്യെ തിന്നാൽ പനയും തിന്നാം. പയ്യെ തിന്നാൽ പനയും തിന്നാം. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദി റേസ് അല്ലേ? അടുത്തത്, എ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. ഈ ആശയം വരുന്ന വാക്യമേത്? ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്, നിങ്ങളുടെ മൈൻഡിലേക്ക് ഇപ്പോൾ വരുന്നുണ്ടാകും. ഏതാ? ഓപ്ഷൻ എ, ശബ്ദമുള്ളവർക്കേ നല്ല മനസ്സുണ്ടാകൂ. ഓപ്ഷൻ ബി, ശക്തമായ മനസ്സുള്ളവർക്കേ ഉറച്ച തീരുമാനമെടുക്കാൻ കഴിയൂ. ഓപ്ഷൻ സി, ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ. ഓപ്ഷൻ ഡി, ശബ്ദമുള്ള മനസ്സിലെ ആശയങ്ങൾ രൂപപ്പെടുകയുള്ളൂ. ഏതാ വരുന്നത്? എ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. ഏതാണ്? ഓപ്ഷൻ സി ആണ്. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ. അടുത്തത്, ഗുരുവിൻ്റെ ഭാവം എന്നതിൻ്റെ ഒറ്റപ്പദം ക്ലാസ്സിൽ പഠിച്ചു. ഗുരുത്വം, ഗൗരവം, ഗുരുഭാവം, ഗോചരം. ഗുരുവിൻ്റെ ഭാവം എന്താണ്? ഗൗരവം. ഗുരുവിൻ്റെ ഭാവം ഗൗരവം. അതുപോലെ മുനിയുടെ ഭാവം എന്താണ്? മൗനമാണ്. ചേതനയുടെ ഭാവം എന്താണ്? ചേതനയുടെ ഭാവം ചൈതന്യം. ചേതനയുടെ ഭാവം ചൈതന്യമാണ്. ഇന്ദ്രജാലത്തിന്റെ ഭാവം എന്താണ്? ഇന്ദ്രജാലത്തിന്റെ ഭാവം ഐന്ദ്രജാലികം. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. അടുത്തത്, ചീനകളി മണ്ണുകൊണ്ട് നിർമ്മിച്ച ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന പാത്രം. ഒറ്റപ്പദം ഏത്? സാൻ, കാസ, സുപ്ര, പിഞ്ഞാണം. ചീന കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന പാത്രം. ഒറ്റപ്പദം ഏതാണ്? പിഞ്ഞാണം. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. പിഞ്ഞാണമാണ്. അടുത്തത്, ഒറ്റപ്പദം എഴുതുക. വിജയത്തെ ഘോഷിക്കുന്ന യാത്ര. വിജയത്തെ ഘോഷിക്കുന്ന യാത്ര എന്താണ്? വിജയയാത്രയാണോ? അല്ല അല്ലേ? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഘോഷയാത്ര, ജയയാത്ര, യാത്രാഘോഷം, ജൈത്രയാത്ര. വിജയത്തെ ഘോഷിക്കുന്ന യാത്ര ഏതാ വരുന്നത്?
ജൈത്രയാത്ര. ജൈത്രയാത്രയാണ് വിജയത്തെ ഘോഷിക്കുന്ന യാത്ര. അടുത്തത് ഒറ്റപ്പദം എഴുതുക. ഭാര്യയുടെ പിതാവ്. ഭാര്യയുടെ പിതാവ് ഒറ്റപ്പദം. ശ്വശുരൻ, ശ്വശൂരൻ, മാതുലൻ, ശ്വശ്രു. ഏതാണ് ഭാര്യയുടെ പിതാവ് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പിതാവിനെ നമ്മൾ പറയുന്നതാണ് ശ്വശുരൻ. ശ്വശുരൻ എന്നാണ് പറയാറ്. ഭാര്യയുടെ പിതാവ് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പിതാവിനെ ശ്വശുരൻ എന്ന് പറയും. ഭാര്യയുടെ മാതാവ് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മാതാവിനെ എന്താ പറയാ? ശ്വശ്രു അല്ലേ? ശ്വശ്രു എന്നാണ് പറയുക. അടുത്ത നോക്കാം. ഒറ്റപ്പദം എഴുതുക. 12 വർഷക്കാലം. 12 വർഷക്കാലം ഒറ്റപ്പദം. ആലവട്ടം, ചന്ദ്രമാസം, വ്യാഴവട്ടം, ദേവവർഷം. 12 വർഷക്കാലം ഏതാ? വ്യാഴവട്ടം. വ്യാഴവട്ടമാണ് 12 വർഷക്കാലം. അതുപോലെ 10 വർഷം. 10 വർഷം എന്താണ്? ദശകം. 10 വർഷം ദശകമാണ്. 100 വർഷം എന്താണ്? 100 വർഷം ശതകമാണ്. 1000 വർഷം എന്താണ്? 1000 വർഷത്തെ പറയുന്നത് സഹസ്രം. സഹസ്രമാണ്. സഹസ്രം. ഓക്കെ. അപ്പോൾ 12 വർഷക്കാലം, വ്യാഴവട്ടം, 10 ദശകം, 100 ശതകം, 1000 എന്താണ്? സഹസ്രം. അടുത്ത നോക്കാം. ശത്രു എന്ന പദത്തിന്റെ പര്യായമല്ലാത്ത ശബ്ദം ഏത്? പര്യായമല്ലാത്ത ശബ്ദമാണ് അരി, രീപു, വയസ്യൻ, വൈരി. പര്യായമല്ലാത്ത ശബ്ദം ഏതാ? പര്യായമല്ലാത്തത് വയസ്യൻ. ഓപ്ഷൻ സി ആണ് വരുന്നത്. വയസ്യനാണ് വരുന്നത്. അരി, രിപു, വൈരി, അതുപോലെ സപത്ഞൻ, സപത്ഞൻ, ദിഷൻ, അരാതി, ഇതെല്ലാം എന്താണ്? ശത്രു എന്നതിൻ്റെ പര്യായങ്ങളാണ്. അരി, രിപു, വൈരി, സപത്ഞൻ, ദിഷൻ, ആരാധി ഇവയെല്ലാം ശത്രു എന്നതിൻ്റെ പര്യായങ്ങളാണ്. അടുത്ത നോക്കാം. നാണം എന്നതിൻ്റെ പര്യായമല്ലാത്ത പദം ഏത്? പര്യായമല്ലാത്ത പദമാണ് ചോദിച്ചിരിക്കുന്നത്. ലജ്ജ, വ്രീള, ത്രപ, കൃപ. ഇവയിൽ ഏതാണ് നാണം എന്നതിൻ്റെ പര്യായം അല്ലാത്തത്? ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. കൃപയല്ലേ? കൃപയാണ് പര്യായമല്ലാത്തത്. ലജ്ജ, വ്രീള, ത്രപ, അതുപോലെ വ്രീഡ, ഇവയെല്ലാം എന്താണ്? നാണം എന്നതിൻ്റെ പര്യായങ്ങളാണ്. അടുത്തത് നോക്കാം. മേഘത്തിന്റെ പര്യായമല്ലാത്തത് ഏത്? മേഘത്തിന്റെ പര്യായം അല്ലാത്തത് അമ്പുതം, നീരദം, വാരിജം, പയോദം. മേഘത്തിന്റെ പര്യായമല്ലാത്തത് ഏതാ വരുന്നത്? അമ്പുതം എന്താണ്? അമ്പുതം മേഘമാണ്. അംബുജം എന്താണ്? അംബുജം. ജം വരികയാണെങ്കിൽ അംബുജം. ജം വരികയാണെങ്കിൽ താമരയാണ്. അംബുജം താമര. അമ്പുതം എന്താണ്? മേഘമാണ്. നീരഥം എന്താണ്? മേഘമാണ്. അതുപോലെ വാരിജം. വാരിജമാണ് ഇവിടെ പര്യായമല്ലാത്തത് വരുന്നത്. വാരിധം ആണെങ്കിൽ എന്താണ്? മേഘമാണ്. വാരിധം മേഘമാണ്. വാരിജം താമരയാണ്. പയോധം എന്താണ്? പയോധം മേഘത്തിന്റെ പര്യായമാണ്. അപ്പോൾ അംബുദം, നീരദം, പയോധം, ഘനാഘനം, ജലദം, അഭ്രം, ജലധരം, ഇതെല്ലാം എന്താണ്? മേഘത്തിന്റെ പര്യായങ്ങളാണ്. അടുത്ത നോക്കാം. ചോര എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തത് ഏത്? പര്യായം അല്ലാത്തത് രൂപതം, ശോണിതം, രുധിരം, രോഹിതം. ചോര എന്നതിന്റെ പര്യായമല്ലാത്തത് രൂപതമാണ് വരുന്നത്. ഓപ്ഷൻ എ ആണ്. രൂപതമാണ് വരുന്നത്. ശോണിതം, രുധിരം, രോഹിതം, രക്തം, നീണം, ലോഹിതം, ഇതെല്ലാം എന്താണ്? ചോര എന്ന പദത്തിന്റെ പര്യായങ്ങളാണ്. അടുത്ത നോക്കാം. ഒരു രോഗവുമായി ബന്ധപ്പെട്ട പദം ഏത്? പക്ഷവാതം, പക്ഷപാതം, പക്ഷവാതം, പക്ഷവാതം. ഒരു രോഗവുമായി ബന്ധപ്പെട്ട പദം ഏതാ? പക്ഷവാതം. ഓപ്ഷൻ എ ആണ് വരുന്നത്. പക്ഷവാതമാണ്. പക്ഷപാതം എന്താണ്? ഒരു വശം ചേർന്ന് വാദിക്കുന്നതിനെയാണ് പക്ഷപാതം എന്ന് പറയുക അല്ലെ. പക്ഷവാതം എന്താണ്? ഒരു വശം ചേരൽ. അതുപോലെ പക്ഷഭേദമുണ്ട്. പക്ഷഭേദം എന്താണ്? വ്യത്യാസം. പക്ഷഭേദം കാണിക്കുക, വ്യത്യാസം കാണിക്കുക. അടുത്തത് വൃദ്ധി എന്ന ശബ്ദത്തിന്റെ വിപരീതം ഏത്? വൃദ്ധി എന്ന ശബ്ദത്തിന്റെ വിപരീത പദം അഭിവൃദ്ധി, ക്ഷയം, അവൃദ്ധി, നാശം. വൃദ്ധി വിപരീത പദം ഏതാ?
ക്ഷയമാണ്, വൃദ്ധി ക്ഷയമാണ്. അടുത്തത് അനുഗ്രഹം എന്ന ശബ്ദത്തിന്റെ വിപരീതം ഏത്? അനുഗ്രഹം എന്ന ശബ്ദത്തിന്റെ വിപരീതം നിഗ്രഹം, നവഗ്രഹം, പരിഗ്രഹം, പാണിഗ്രഹം. അനുഗ്രഹം എന്ന ശബ്ദത്തിന്റെ വിപരീതം ഏതാ? നിഗ്രഹമാണ് വരുന്നത്. അനുഗ്രഹം, നിഗ്രഹം. അടുത്തത് ജാഗരണം എന്ന പദത്തിന്റെ വിപരീത പദം. ജാഗരണം എന്ന പദത്തിന്റെ വിപരീത പദം പ്രമാണം, സുഷുപ്തി, അചേതനം, അപകൃഷ്ടം. നമുക്കറിയാം ജാഗരണം വിപരീതം വരുന്നത് സുഷുപ്തി. ജാഗരണം വിപരീതം സുഷുപ്തി. അടുത്തത് ഉത്തമൻ എന്ന ശബ്ദത്തിന്റെ വിപരീതം ഏത്? ഉത്തമൻ എന്ന ശബ്ദത്തിന്റെ വിപരീതം പ്രഥമൻ, അധമൻ, സത്തമൻ, മധ്യമൻ. ഉത്തമൻ എന്ന ശബ്ദത്തിന്റെ വിപരീതം ഉത്തമൻ, അധമൻ. ഉത്തമൻ, അധമനാണ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. അടുത്തത് ദീർഘം എന്ന ശബ്ദത്തിന്റെ വിപരീത പദമാണ് വക്രം, ഹ്രസ്വം, അനർഘം, സുദീർഘം. ദീർഘം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാ? ഹ്രസ്വമാണ്. ഓപ്ഷൻ ബി ആണ്, ഹ്രസ്വമാണ് വരുന്നത്. അടുത്തത് ജാത്യാലുള്ളത് തൂത്താൽ പോകുമോ എന്ന ചൊല്ലിൽ പ്രതിഫലിക്കുന്നത്. ജാത്യാലുള്ളത് തൂത്താൽ പോകുമോ എന്ന ചൊല്ലിൽ പ്രതിഫലിക്കുന്നത് ഏതാ? സ്ത്രീ വിരുദ്ധത, ശുചിത്വ ബോധം, താഴ്ന്ന ജാതിക്കാരോടുള്ള നിന്ന, പുരോഗമന ഇച്ഛ. ഇതിൽ ജാത്യാലുള്ളത് തൂത്താൽ പോകുമോ എന്ന ചൊല്ലിൽ പ്രതിഫലിക്കുന്ന എന്താണ്? താഴ്ന്ന ജാതിക്കാരോടുള്ള നിന്ദയാണ്. താഴ്ന്ന ജാതിക്കാരോടുള്ള നിന്ദയാണ് വരുന്നത്. അടുത്തത് കര കവിയുക എന്ന ശൈലിക്ക് യോജിച്ച അർത്ഥം ഏത്? കര കവിയുക എന്ന ശൈലിക്ക് യോജിച്ച അർത്ഥം വർദ്ധിക്കുക, വിനാശം സൃഷ്ടിക്കുക, കളഞ്ഞു കുളിക്കുക, സന്തോഷിക്കുക. ഈ ഒരു പദത്തിൽ തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. കര കവിയുക, പുഴ കര കവിഞ്ഞൊഴുകുക. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? വർദ്ധിക്കുകയാണ്. വെള്ളം വർദ്ധിക്കുമ്പോഴല്ലേ കര കവിഞ്ഞൊഴുകുക. അപ്പോൾ കര കവിയുക എന്ന ശൈലിക്ക് യോജിച്ച അർത്ഥം എന്താ വരിക? വർദ്ധിക്കുക, വർദ്ധിക്കുക എന്നാണ് വരുന്നത്. അടുത്തത് അണിഞ്ഞൊരുങ്ങി നടക്കുന്നവൻ എന്നർത്ഥം ലഭിക്കുന്ന പ്രയോഗ ശൈലി. അണിഞ്ഞൊരുങ്ങി നടക്കുന്നവൻ എന്നർത്ഥം ലഭിക്കുന്ന പ്രയോഗ ശൈലി ആനച്ചന്തം, ആഷാഢഭൂതി, അഴകിയ രാവണൻ, സുന്ദരൻ. അണിഞ്ഞൊരുങ്ങി നടക്കുന്നവൻ എന്താ വരിക? അഴകിയ രാവണൻ. അഴകിയ രാവണനാണ് അണിഞ്ഞൊരുങ്ങി നടക്കുന്നവൻ. അടുത്തത് നിത്യാഭ്യാസി ആനയെ എടുക്കും. ഇതിന് സമാനമായ ആശയം ഏത്? ഇതിന് സമാനമായ ആശയം എന്നും അഭ്യസിച്ചാൽ ആനയെ എടുക്കാം. നിത്യം അഭ്യസിക്കുന്നവൻ ആനയെ എടുക്കും. പരിശീലനത്തിലൂടെ വിജയം നേടാനാവും. പരിശീലിക്കുന്നവൻ ആനയെ എടുക്കും. ഏതാ വരുന്നത്? പരിശീലനത്തിലൂടെ വിജയം നേടാനാവും. നിത്യാഭ്യാസി ആനയെ എടുക്കും. പരിശീലനത്തിലൂടെ വിജയം നേടാനാവും. അടുത്തത് അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്നതിന് സമാനാശയമുള്ള ചൊല്ലേത്? തവിടു തിന്നാലും തകൃതി വിടില്ല, ചത്തുകിടന്നാലും ചമഞ്ഞു കിടക്കണം, മിന്നുന്നതെല്ലാം പൊന്നല്ല, വിത്തുഗുണം 10 ഗുണം. ഏതാ വരുന്നത്? മിന്നുന്നതെല്ലാം പൊന്നല്ല. അഴകുള്ള ചക്കയിൽ ചുളയില്ല, മിന്നുന്നതെല്ലാം പൊന്നല്ല. അടുത്തത് മതം സമാന പദം കണ്ടെത്തുക. ഡംഭം, മദ്യം, ബുദ്ധി, മതം. ഏതാ വരുന്നത്? മതം സമാന പദം ഏതാ? ഡംഭമാണ്. മതം, ഡംഭം. അടുത്ത നോക്കാം. അർത്ഥവ്യത്യാസം മനസ്സിലാക്കുക. അബ്ജം താമരയാണ്. അബ്ദം അപ്പോൾ എന്താണ് വരുന്നത്? അബ്ജം താമരയാണ്. അബ്ദം എന്താണ് വരുന്നത്? ഓപ്ഷൻ എ തണ്ട്, ഓപ്ഷൻ ബി ദണ്ട്, ഓപ്ഷൻ സി ആണ്ട്, ഓപ്ഷൻ ഡി വണ്ട്. ഏതാ വരിക? അബ്ജം താമര, അബ്ദം. അബ്ദം എന്താ വരുന്നത്? ആണ്ട്. അബ്ദം ആണ്ട് എന്നാണ് വരുന്നത്. അതുപോലെ അംബുജം, നേരത്തെ നമ്മൾ പറഞ്ഞത് അംബുജമായിരുന്നു. അംബുജം താമരയാണ്. അംബുദം എന്താണ്? മേഘമാണ്. അബ്ജം താമരയാണ്. അബ്ദം ആണ്ടാണ്. അതുപോലെ അബ്ദിയുണ്ട്. അബ്ദി. അബ്ദി എന്താണ്? സമുദ്രമാണ്. അബ്ദി സമുദ്രം. അബ്ദി സമുദ്രം. അടുത്തത് സമാന പദത്തിന്റെ അർത്ഥം കണ്ടെത്തുക. സമാന പദത്തിന്റെ അർത്ഥം. മമ എൻ്റെ, മമത എന്താണ് വരിക? മമ എൻ്റെ, മമത എന്നതിൻ്റെ അർത്ഥം സ്നേഹം, നന്ദി, കടപ്പാട്, ദയ. മമത എന്താണ് അർത്ഥം വരുന്നത്? മമത
സ്നേഹം. ഓപ്ഷൻ എ ആണ് വരുന്നത്. സ്നേഹമാണ്. മമ എൻ്റെ, മമത സ്നേഹം. അടുത്തത് അർത്ഥവ്യത്യാസം കണ്ടെത്തുക. മുകുളം മൊട്ട്. മുകുരം എന്താണ് വരിക? പൂവ്, ഇതൾ, കണ്ണാടി, കണ്ണ്. മുകുളം മൊട്ട്, മുകുരം. മുകുരം ഓപ്ഷൻ സി ആണ്. ഏതാ? കണ്ണാടി. കണ്ണാടിയാണ് മുകുരം. അടുത്തത് ആന പ്ലസ് ഭ്രാന്ത് എന്നത് ചേർത്തെഴുതിയാൽ. ആന പ്ലസ് ഭ്രാന്ത് എന്നത് ചേർത്തെഴുതിയാൽ. ഓപ്ഷൻ എ ആനഭ്രാന്ത്, ഓപ്ഷൻ ബി ആനഭ്രാന്ത്, ഓപ്ഷൻ സി ആനഭ്രാന്ത്, ഓപ്ഷൻ ഡി ആനഭ്രാന്ത്. എങ്ങനെ ചേർത്തെഴുതിയാൽ കിട്ടുന്നത്? ആന പ്ലസ് ഭ്രാന്ത് എന്നത് ചേർത്തെഴുതിയാൽ ആനഭ്രാന്ത്. ഓപ്ഷൻ സി ആണ് വരുന്നത്. ആനഭ്രാന്ത് എന്നാണ് വരുന്നത്. ഇവിടെ എന്താണ് നമ്മൾ റൂള് പഠിച്ചിട്ടുണ്ടായിരുന്നു? ഏത് സന്ധിയിലാണ് വരുന്നത്? ദ്വിത്വ സന്ധിയിലാണല്ലേ. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതാണ് ദ്വിത്വസന്ധി. ഇവിടെ ഏത് വർണ്ണ ഇരട്ടിച്ചത്? ഭ എന്നുള്ള വർണ്ണമാണ് ഇരട്ടിച്ചത്. അപ്പം നമ്മൾ റൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഘോഷം വന്നാൽ, ഘോഷ അക്ഷരങ്ങൾ വന്നാൽ പകരം മൃദു ആയിരിക്കും വരിക. അതുപോലെ അധികരം വന്നാൽ പകരം ഖര അക്ഷരങ്ങളായിരിക്കും വരുന്നത്. അപ്പൊ ഘോഷ അക്ഷരങ്ങൾ പ്ലസിനു ശേഷം ഘോഷ അക്ഷരങ്ങൾ വന്നാൽ അതിനു പകരം ഇരട്ടിക്കുന്നത് എന്താണ്? മൃദു ആയിരിക്കും ഇരട്ടിക്കുക. അധികരം വന്നാൽ ഇരട്ടിക്കുമ്പോൾ ഖര അക്ഷരങ്ങളായിരിക്കും വരുന്നത്. അപ്പൊ ഇവിടെ ഭ എന്നുള്ളത് ഘോഷ അക്ഷരവും ഭ എന്നുള്ളത് എന്താണ്? ഭ എന്നതിൻ്റെ മൃദുവാണ്. അതുപോലെ പാതി ഫലം, പാതി പ്ലസ് ഫലം, പാതി പ്ലസ് ഫലം എന്നുള്ളത് നമ്മൾ ചേർത്തെഴുതുമ്പോൾ എങ്ങനെയാ? പാതി പ്ലസ് ഫലം എന്നത് ചേർത്തെഴുതുമ്പോൾ പാതി ഫലം അല്ലെ, പാതി ഫലം എന്നാണ് വരുന്നത്. ഇവിടെ എന്താ? ഫ എന്നുള്ളത് അധികരവും പ എന്നുള്ളത് എന്താണ്? ഫ എന്നുള്ളത് അധികരവും പ എന്നുള്ളത് ഖര അക്ഷരവുമാണ്. അപ്പൊ പാതി ഫലം, പാതി ഫലം എന്നാണ്. അതുപോലെ ആനഭ്രാന്ത്, ആന പ്ലസ് ഭ്രാന്ത് എന്നുള്ളത് ആനഭ്രാന്ത്. അടുത്ത നോക്കാം, ചേർത്തെഴുതുക. വിദ്യുത് പ്ലസ് ശക്തി. വിദ്യുത് പ്ലസ് ശക്തി എന്ന് ചേർത്തെഴുതുമ്പോൾ വിദ്യുത് ശക്തി, വിദ്യുത് ശക്തി, വിദ്യുത് ശക്തി, വിദ്യുത് ശക്തി എന്നാ വരിക? വിദ്യുത് ശക്തി, വിദ്യുത് ശക്തി എന്നാണ് വരിക. വിദ്യുത് പ്ലസ് ശക്തി എന്ന് ചേർത്തെഴുതുമ്പോൾ വിദ്യുത് ശക്തി. ഇവിടെ ത എന്നുള്ള അക്ഷരത്തിന് ശേഷം, ത എന്നുള്ള അക്ഷരത്തിന് ശേഷം ശ എന്നുള്ള അക്ഷരം വരികയാണെങ്കിൽ ഈ ത എന്നത് ച എന്നും ശ എന്നുള്ളത് ച എന്നായി മാറും. ഇങ്ങനെ ഒരു റൂള് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പം ഇവിടെ വിദ്യുത് പ്ലസ് ശക്തി എന്ന് ചേർത്തെഴുതുമ്പോൾ വിദ്യുത് ശക്തി എന്നാണ് കിട്ടുക. അടുത്ത നോക്കാം, കല് പ്ലസ് മതം. എന്താ വരിക? കല് പ്ലസ് മതം എന്നുള്ളത് കൽമതം, കന്മതം, കൺമതം, കർമാതം. എങ്ങനെയാണ് വരുന്നത്? നമ്മൾ നേരത്തെ നെന്മണി പഠിച്ചതുപോലെ തന്നെയാണ്. കന്മതം ലകാരത്തിനൊപ്പം, ലകാരത്തിൻ്റെ കൂടെ മകാരം വരികയാണെങ്കിൽ ലകാരം എന്നത് എന്തായി മാറും? നകാരമായി മാറും. ല എന്നുള്ളത് ഇവിടെ ല എന്നുള്ളത് എന്തായി മാറി? ന എന്നായി മാറി. കന്മതം എന്നായി. അടുത്തത് വാക് പ്ലസ് മയം ചേർത്തെഴുതുക. വാഗ്മയം, വാഗ്മയം, വാങ്മയം ഇവയൊന്നുമല്ല. വാക് പ്ലസ് മയം എന്നത് ചേർത്തെഴുതുമ്പോൾ എങ്ങനെയാ? വാക് പ്ലസ് മയം എന്നത് വാങ്മയം, വാങ്മയം എന്നാണ് ആവുക. ഇവിടെ ഖര അക്ഷരങ്ങൾക്കു ശേഷം അനുനാസികം വന്നാൽ, അനുനാസികങ്ങൾ ഏതൊക്കെയാ? ങ, ഞ, ണ, ന, മ എന്നിവയാണ് അനുനാസികം. അപ്പോൾ ഖര അക്ഷരങ്ങൾക്കു ശേഷം അനുനാസികം വന്നാൽ ഈ ഖര അക്ഷരങ്ങൾ എന്താവും? എന്ന് സംഭവിക്കും? അത് ആ വർഗത്തിലെ അനുനാസികമായി മാറും. ആ വർഗത്തിലെ അനുനാസികമായി മാറും. അപ്പൊ ക എന്നുള്ളതിന്റെ അനുനാസികം ഏതാണ്? ങായാണ്. ക എന്നുള്ളതിന്റെ അനുനാസികം വരുന്നത് ങായാണ്. അപ്പോൾ വാക് പ്ലസ് മയം എന്നത് ചേർത്തെഴുതിയപ്പോൾ നമുക്ക് എങ്ങനെ ലഭിച്ചു? വാഗ്മയം എന്ന് ലഭിച്ചു. അടുത്തത് നോക്കാം, ഹൃദ് പ്ലസ് വികാരം ചേർത്തെഴുതുക. ഹൃദയ വികാരം, ഹൃദ്വികാരം, ഹൃദ്വികാരം, ഹാർദവം. ഹൃദ് പ്ലസ് വികാരം എന്നത് ചേർത്തെഴുതുമ്പോൾ എങ്ങനെയാ? ഹൃദ്വികാരം, ഹൃദ്വികാരം എന്നാണ് വരിക. ഇവിടെ തായ്ക്കു ശേഷം സ്വരമോ, താ എന്നുള്ള അക്ഷരത്തിന് ശേഷം സ്വരമോ അല്ലെങ്കിൽ ഘ, ഘ, ധ, ധ, ഭ,
അതുപോലെ യ, ര, വ എന്നിവയോ വന്നാൽ ത എന്നുള്ള അക്ഷരത്തിന് ശേഷം സ്വരമോ ഈ അക്ഷരങ്ങളോ വന്നാൽ ത എന്നുള്ളത് ദ എന്നായി മാറും. ത എന്നുള്ളത് എന്തായി മാറും? ദ എന്നുള്ളതായി മാറും. അപ്പൊ ഇവിടെ തായ്ക്ക് ശേഷം എന്താ വന്നിരിക്കുന്നത്? വ എന്നുള്ള അക്ഷരമാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ത എന്നുള്ളത് ദ ആയി മാറി. അങ്ങനെ ഹൃദ് പ്ലസ് വികാരം എന്നുള്ളത് ഹൃദ്വികാരം എന്നായി. വി എന്നതിന്റെ ചിഹ്നമാണിത്. ഓക്കെ, ഇനി സത് പ്ലസ് വികാരമുണ്ട്. അതുപോലെ സത് പ്ലസ് വികാരം നമ്മൾ ചേർത്ത് എഴുതുമ്പോൾ എങ്ങനെയാ വരിക? സത് പ്ലസ് വികാരം ഇതുപോലെ തന്നെയാണ് സദ്വികാരം. സത് പ്ലസ് വികാരം എന്നത് ചേർത്തെഴുതുമ്പോൾ സദ്വികാരം എന്നാവും. ത എന്നുള്ള അക്ഷരത്തിന് ശേഷം ഏതാ വന്നിരിക്കുന്നത്? വ എന്നുള്ള അക്ഷരമാണ് വന്നിരിക്കുന്നത്. അപ്പൊ ത യഥാക്രമം എന്തായി മാറി? ദ എന്നുള്ള അക്ഷരമായി മാറി സദ്വികാരം എന്നായി. അടുത്ത നോക്കാം, ഉത് പ്ലസ് ശ്വാസം ചേർത്തെഴുതുന്ന എങ്ങനെ? ഉത് പ്ലസ് ശ്വാസം എന്നത് ചേർത്തെഴുതുമ്പോൾ തായ്ക്ക് ശേഷം പറഞ്ഞിരുന്നു, മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തായ്ക്ക് ശേഷം ഷ എന്ന അക്ഷരം വരികയാണെങ്കിൽ ത എന്നത് എന്തായി മാറും? ച ആയി മാറും. ഷ എന്നത് ച ആയി മാറും. അപ്പൊ ഉത് പ്ലസ് ശ്വാസം എന്നത് ഉച്ഛ്വാസം എന്നാവും. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഉച്ഛ്വാസം എന്നായി മാറും. അടുത്തത് കവി എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദം എഴുതുക. കവി എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദം. കവി എന്ന പദത്തിന്റെ സ്ത്രീലിംഗം കവയത്രി, കവിയിത്രി, കവയിത്രി, കവിയത്രി. കവി എന്നതിന് അവസാനം ഒരു വള്ളിയാണ് വരുന്നത്. കവയിത്രി അതിന്റെ സ്ത്രീലിംഗ രൂപത്തിന് അവസാനം എന്താ വരുന്നത്? 2 വള്ളിയാണ് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കവയിത്രി ഓപ്ഷൻ സി ആണ് വരുന്നത്. അവസാനം 2 വള്ളിയുള്ളത് ഏതാണ്? കവയിത്രിയാണ് വരിക. അടുത്തത് തന്നിരിക്കുന്ന പദത്തിന്റെ എതിർലിംഗം ഏത്? ഇപ്പൊ ചകോരം എന്ന പദത്തിന്റെ എതിർലിംഗം ചകോരി, ചകോര, ചകോരിത, ചകോരിണി. ഏതാണ് എതിർലിംഗം വരുന്നത്? ചകോരം, ചകോരിയാണ്. ഓപ്ഷൻ എ ആണ് വരുന്നത്, ചകോരി. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പുല്ലിംഗത്തിൽ പെടാത്തത് ഏത്? പുല്ലിംഗത്തിൽ പെടാത്തത്. ഓപ്ഷൻ എ അധ്യാപകൻ, ഓപ്ഷൻ ബി പുരുഷൻ, ഓപ്ഷൻ സി കുട്ടി, ഓപ്ഷൻ ഡി അവൻ. ഇതിൽ പുല്ലിംഗത്തിൽ പെടാത്തത് അധ്യാപകൻ എന്നത് പുല്ലിംഗമാണ്. പുരുഷൻ എന്നത് എന്താണ്? പുല്ലിംഗമാണ്. അവൻ എന്നുള്ളതും എന്താണ്? പുല്ലിംഗമാണ്. കുട്ടി എന്നുള്ളതാണ് ഇവിടെ പുല്ലിംഗത്തിൽ പെടാത്തത്. കുട്ടി എന്നുള്ളത് ഏതിലാ വരിക? അലിംഗത്തിലാണ് വരുന്നത്. അതായത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് വേർതിരിച്ചു കാണിക്കാത്തവയാണ് അലിംഗങ്ങൾ, അല്ലെ? അലിംഗ ബഹുവചനങ്ങൾ. അപ്പൊ കുട്ടി എന്നുള്ളത് അലിംഗത്തിലാണ് ഉൾപ്പെടുന്നത്. അടുത്തത് കേരളീയർ എന്ന പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? അലിംഗം, പുല്ലിംഗം, നപുംസകലിംഗം 3 വിഭാഗത്തിലും പെടും. കേരളീയർ എന്ന പദം ഏതു വിഭാഗത്തിൽ പെടുന്നു? ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ഏതിലാ? കേരളീയർ എന്നത് അലിംഗത്തിലാണ് ഉൾപ്പെടുന്നത്. സ്ത്രീയാണോ പുരുഷനാണോ നപുംസകമാണോ എന്ന് വേർതിരിച്ച് കാണിക്കുന്നില്ല, ഒരുമിച്ചാണ് പറയുന്നത്. കേരളീയർ എന്ന് ഒരുമിച്ചാണ് പറയുന്നത്. അടുത്തത് സ്ത്രീലിംഗ ശബ്ദം എഴുതുക. വിദ്വാൻ എന്നതിന്റെ സ്ത്രീലിംഗ ശബ്ദം വിദുഷി, വിദൂഷി, വിദ്വാതി, വിദുളം. സ്ത്രീലിംഗ ശബ്ദം വിദ്വാൻ എന്നതിന്റെ സ്ത്രീലിംഗ ശബ്ദം വിദുഷിയാണ്. പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട് വിദ്വാൻ, വിദുഷി. അടുത്തത് ബഹുവചനം അല്ലാത്തത് തിരഞ്ഞെടുക്കുക. അധ്യാപകർ, മിടുക്കർ, ഗുരുക്കൾ, പൂക്കൾ. ബഹുവചനം അല്ലാത്തത് ഏതാണ്? അധ്യാപകർ എന്നത് ബഹുവചന പ്രത്യയമാണ്. മിടുക്കർ ബഹുവചനമാണ്. പൂക്കൾ എന്നതും എന്താണ്? ബഹുവചനമാണ്. ഇവിടെ ഗുരുക്കൾ എന്നുള്ളതാണ് ബഹുവചനം അല്ലാത്തത്. കാഴ്ചയിൽ ബഹുവചനമാണെന്ന് തോന്നുമെങ്കിലും ഇവ എന്താണ്? ഏകവചനമാണ്, പൂജക ബഹുവചനമാണ്. ഗുരുക്കൾ എന്നത് ഒരാളെയാണ് കുറിക്കുന്നത്. ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്നവയാണ് എന്ത്? പൂജക ബഹുവചനങ്ങൾ. ഗുരുക്കൾ എന്നത് ഒരാളെയാണ് കുറിക്കുന്നത്. അവ ഏകവചനത്തിലാണ് ഉൾപ്പെടുന്നത്. അടുത്ത നോക്കാം, കുഞ്ഞുങ്ങൾ എന്ന പദത്തിലെ വചനപ്രത്യയം ഉൻ, കൾ, ഉ ഇവയൊന്നുമല്ല. കുഞ്ഞുങ്ങൾ എന്ന പദത്തിലെ വചനപ്രത്യയം ഏതാ വരിക? കുഞ്ഞുങ്ങൾ. കൾ എന്നതാണ് വചനപ്രത്യയം വരുന്നത്. കുഞ്ഞുങ്ങൾ, കൾ എന്നതാണ് വചനപ്രത്യയം. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ അലിംഗ ബഹുവചന പദം ഏത്? അലിംഗ ബഹുവചന പദം സ്വാമികൾ, അഭിഭാഷകർ, വൃദ്ധന്മാർ, പുസ്തകങ്ങൾ.
ഏതാണ് അലിംഗ ബഹുവചന പദം വരുന്നത്? അലിംഗ ബഹുവചനം പദം വരുന്നത് അഭിഭാഷകർ. അഭിഭാഷകർ ആണ്. സ്ത്രീയാണോ പുരുഷനാണോ എന്ന് വേർതിരിച്ച് കാണിക്കുന്നില്ല. അടുത്ത നോക്കാം. പൂജക ബഹുവചനത്തിന് ഉദാഹരണം കണ്ടെത്തുക. പൂജക ബഹുവചനത്തിന് ഉദാഹരണം തെങ്ങൾ, നിങ്ങൾ, ഞങ്ങൾ, കുഞ്ഞുങ്ങൾ. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാ? നിങ്ങൾ എന്നുള്ളതാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണം. അപ്പൊ നിങ്ങൾ എന്നതിനെ പിരിക്കുമ്പോൾ എങ്ങനെയാ? നിൻ പ്ലസ് കൾ എന്നതാണ് ഏത്? നിങ്ങൾ എന്ന് വരുന്നത് അല്ലെ. നിൻ പ്ലസ് കൾ എന്നതാണ് നിങ്ങൾ എന്നുള്ളത്. പെങ്ങൾ, പെങ്ങൾ എന്നുള്ളത് പിരിച്ചെഴുതുമ്പോൾ പെൺ പ്ലസ് കൾ, പെൺ പ്ലസ് കൾ എന്നതാണ് പെങ്ങൾ അല്ലെ. പെൺ പ്ലസ് കൾ എന്നത് പെങ്ങൾ. അതുപോലെ താങ്കൾ, താങ്കൾ എങ്ങനെയാ? താൻ പ്ലസ് കൾ ആണ് താങ്കൾ എന്നുള്ളത്. താൻ പ്ലസ് കൾ എന്നുള്ളതാണ് താങ്കൾ എന്നുള്ളത്. അടുത്ത നോക്കാം. താഴെ പറയുന്നവയിൽ ബഹുവചനമല്ലാത്തത് ഏത്? ബഹുവചനമല്ലാത്തത് ഭാഗവതർ, മർത്യർ, സമർത്ഥർ, ആസ്വാദകർ. ബഹുവചനമല്ലാത്തത് ഏതാ? ഭാഗവതർ. ഭാഗവതർ ഓപ്ഷൻ എ ആണ്. ഭാഗവതർ ആണ് എന്താണ്? പൂജക ബഹുവചനത്തിലാണ് വരുന്നത് ഭാഗവതർ എന്നുള്ളത്. അടുത്തത് പിരിച്ചെഴുതുക. വിണ്ഡലം. വിണ്ഡലം ഇമ്പോർട്ടൻ്റ് ആണ്. വിണ്ഡലം നോട്ട് ചെയ്യാം. അപ്പൊ വിണ്ഡലം എന്ന് പിരിക്കുമ്പോൾ വിൻ പ്ലസ് ദലം, വിൻ പ്ലസ് തലം, വിൻ പ്ലസ് ധലം, വിൻ പ്ലസ് ടലം. ഇതിലേതാ വരിക? വിണ്ഡലം എന്നതിനെ പിരിച്ചെഴുതുമ്പോൾ, വിണ്ഡലം എന്നതിനെ പിരിച്ചെഴുതുമ്പോൾ ഓപ്ഷൻ ബി ആണ്. വിൻ പ്ലസ് തലം, വിൻ പ്ലസ് തലം എന്നതാണ് വിണ്ഡലം എന്നുള്ളത്. അടുത്തത് നോക്കാം. മേന്മ. മേന്മ എന്ന പദം പിരിച്ചെഴുതുക. മേന്മ എന്ന പദം പിരിച്ചെഴുതിയാൽ മേൽ പ്ലസ് മ, മേൻ പ്ലസ് മ, മേ പ്ലസ് മ, മേ പ്ലസ് മ. മേന്മ എന്ന പദം പിരിച്ചെഴുതിയാൽ മേൽ പ്ലസ് മ, മേൽ പ്ലസ് മ എന്നുള്ളതാണ് മേന്മ എന്ന് വരുന്നത്. അടുത്തത് അയാൾ. പിരിച്ചെഴുതുക. ആ പ്ലസ് അവൾ, ആ പ്ലസ് ആൾ, ആ പ്ലസ് അൾ ഇവയൊന്നുമല്ല. അയാൾ എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ കിട്ടുക? അയാൾ എന്ന പദം പിരിച്ചെഴുതുമ്പോൾ ആ പ്ലസ് ആൾ എന്നാണ് കിട്ടുക. ഇവിടെ ആ പ്ലസ് ആ എന്ന് വരുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു യാ എന്നുള്ള വർണ്ണം ആഗമിക്കും, യ എന്നുള്ള വർണ്ണം ആഗമിക്കും എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ യ പ്ലസ് ആ എന്നുള്ളത് യാ ആയി മാറുന്നു, അയാൾ എന്നായി. അടുത്ത് നോക്കാം. വിദ്യാലയം. വിദ്യാലയം പിരിച്ചെഴുതുക. വിദ്യ പ്ലസ് ആലയം, വിദ്യ പ്ലസ് ആലയം, വിദ്യ പ്ലസ് ലയം, വിദ്യാൽ പ്ലസ് അയം. ഏതാണ് പിരിച്ചെഴുതുമ്പോൾ കിട്ടുന്നത്? വിദ്യ പ്ലസ് ആലയം. വിദ്യ പ്ലസ് ആലയമാണ് വിദ്യാലയം എന്നുള്ളത്. ഇവിടെ ആ എന്നുള്ള ഒരു സ്വരമുണ്ട്. ആ പ്ലസ് ആ എന്നുള്ളത് കൂടിച്ചേരുമ്പോൾ എന്തായി? ആ എന്നുള്ള സ്വരമായി മാറുന്നു. അടുത്ത നോക്കാം. നന്നൂൽ. പിരിച്ചെഴുതുക. നന് പ്ലസ് നൂൽ, നല് പ്ലസ് നൂൽ, നമ് പ്ലസ് നൂൽ, നന്ന് പ്ലസ് നൂൽ. എങ്ങനെയാ പിരിച്ചെഴുതുമ്പോൾ? നന്നൂൽ പിരിച്ചെഴുതുമ്പോൾ നല് പ്ലസ് നൂലാണ്. നല് പ്ലസ് നൂൽ എന്നുള്ളതാണ് നന്നൂൽ എന്ന് വരുന്നത്. നല് പ്ലസ് നൂലാണ് നന്നൂൽ. അടുത്തത് വെയിൽ നാളം എന്ന പദത്തിന്റെ വിപുലീകരിച്ച രൂപം. വെയിൽ നാളം എന്ന പദത്തിന്റെ വിപുലീകരിച്ച രൂപം എന്താണ്? വെയിലിന്റെ നാളം, വെയിലാലുള്ള നാളം, വെയിലിലുള്ള നാളം, വെയിൽ കൊണ്ടുള്ള നാളം. ഏതാ വരുന്നത്? വെയിലിന്റെ നാളമാണ് വെയിൽ നാളം. വെയിലിന്റെ നാളമാണ് വെയിൽ നാളം എന്നുള്ളത്. അടുത്തത് ദ്വേഷ മത്സരങ്ങൾ എന്ന പദത്തെ ഘടകപദങ്ങളാക്കുക. ദേശമത്സരങ്ങൾ എന്ന പദത്തെ ഘടകപദങ്ങളാക്കുക. ദേശമാകുന്ന മത്സരങ്ങൾ, ദേശത്തിന്റെ മത്സരങ്ങൾ, ദേശവും മത്സരവും, ദ്വേഷം എന്ന മത്സരം. ഘടകപദമാക്കുമ്പോൾ ഇത് ഏത് സമാസത്തിലാണ് വരുന്നത്? ദ്വേഷ മത്സരങ്ങൾ. ഏത് സമാസത്തിലായിരിക്കും? ദ്വന്ദ്വ സമാസം അല്ലേ? തുല്യ പ്രാധാന്യമുള്ള സമാസമാണ് ദ്വന്ദ്വ സമാസങ്ങൾ. അപ്പൊ ദ്വേഷ മത്സരങ്ങൾ, ദേശവും മത്സരവും, ദേശവും മത്സരവും. അടുത്തത് പക്ഷി മൃഗാദികൾ എന്ന പദത്തെ ഘടകപദങ്ങളാക്കി വിപുലീകരിക്കുമ്പോൾ എങ്ങനെയാ? പക്ഷിയും മൃഗവും, പക്ഷി മൃഗം ആദിയായവ, പക്ഷികളും മൃഗങ്ങളും, പക്ഷിയും മൃഗാദിയും. എങ്ങനെയാ വരുന്നത്? പക്ഷി മൃഗം ആദി ആയവ ദ്വന്ദ്വ സമാസത്തിലാണ്, തുല്യ പ്രാധാന്യമാണ്. പക്ഷി മൃഗം ആദി ആയവയാണ് പക്ഷി മൃഗാദികൾ. അടുത്തത്
ഞാനൊന്നും പഠിച്ചില്ല, ആ പരീക്ഷ ഞാൻ വിജയിച്ചു. ഈ വാക്യങ്ങൾ ചേർത്തെഴുതുമ്പോൾ ഉപയോഗിക്കാവുന്ന ശരിയായ ഘടകപദം ഏത്? അങ്ങനെ, അതുകൊണ്ട്, അപ്പോൾ, എന്നിട്ടും. ഏതാ വരിക? ഞാനൊന്നും പഠിച്ചില്ല, ആ പരീക്ഷ ഞാൻ വിജയിച്ചു. ഞാൻ ഒന്നും പഠിച്ചില്ല, എന്നിട്ടും ആ പരീക്ഷ ഞാൻ വിജയിച്ചു. എന്നിട്ടും ആ പരീക്ഷ ഞാൻ വിജയിച്ചു. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അടുത്തത്, ദ്വന്ദ്വ സമാസത്തിൽ ഉൾപ്പെടാത്ത പദമേത്? ദ്വന്ദ്വ സമാസത്തിൽ ഉൾപ്പെടാത്ത പദം. തുല്യപ്രാധാന്യമുള്ള സമാസമാണ് ദ്വന്ദ്വ സമാസം എന്ന് പറഞ്ഞു. അപ്പൊ കൈ കാലുകൾ, കൈ കാലുകൾ, കൈയും കാലും. വാദ്യമേളങ്ങൾ, വാദ്യമേളങ്ങൾ, വാദ്യവും മേളവും. തേൻമൊഴി, എങ്ങനെ ഘടകപദമാക്കാം? തേൻ പോലുള്ള മൊഴി. അഞ്ചാറ്, അഞ്ചാറ്, അഞ്ചോ ആറോ. അപ്പൊ ഇവിടെ തുല്യ പ്രാധാന്യം കൊടുക്കാത്ത സമാസം ഏതാ? തേൻമൊഴിയാണല്ലേ. തേൻമൊഴിയാണ് തുല്യ പ്രാധാന്യം കൊടുക്കാത്ത പദം വരുന്നത്. തേൻ പോലുള്ള മൊഴി. പോലെ എന്ന ഇടനില വരുന്നത് ഏതാ? പോലെ എന്നുള്ള ഇടനില വരുന്നത് ഉപമിത തൽപുരുഷ സമാസം. ഉപമിത തൽപുരുഷ സമാസത്തിലാണ് പോലെ എന്ന ഇടനില വരുന്നത്. അതായത് വിഗ്രഹിക്കുമ്പോൾ ഉപമാലങ്കാരത്തിന്റെ അർത്ഥം കിട്ടുന്ന സമാസമാണ് ഏത്? ഉപമിത തൽപുരുഷ സമാസം എന്നുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. നമ്മൾ 65 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നോക്കിയത്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമന്റ് ചെയ്യുക. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. LDC അതുപോലെ ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. 10ൽ 10 മാർക്കും നിങ്ങൾക്ക് മലയാളത്തിൽ നിന്ന് ലഭിക്കണം. ഓക്കെ, അപ്പോൾ പദശുദ്ധി മുതൽ ഘടകപദം വരെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ തുടർച്ചയായിട്ട് തന്നെ കാണുക. ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു വിജയം തന്നെ ആശംസിക്കുന്നു. താങ്ക് യു.